കൊള്ളാം, വെൽഡൻ, മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വീട് തന്നെ നോക്കിക്കൊണ്ട് നന്നായിട്ടുണ്ട് ചേട്ടാ. ഇവിടെ വരുന്ന വഴിക്ക് ഒരുപാട് വീടുകൾ ഈ പില്ലറിന് മുകളിൽ പണിഞ്ഞിരിക്കുന്നതായി കണ്ടു. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെള്ളപ്പൊക്കം അങ്ങനെയുള്ള എന്തെങ്കിലും ഏരിയ ആണോ ഇത്? എൻ്റെ പൊന്നോ, ഇത് ചോദിക്കുന്നു വിചാരിച്ചിരിക്കും. ഈ നാട്ടിലൊരു തലറിച്ചവനുണ്ട്, ജോർജ് കുട്ടി എന്നാണ്. വലിയ ശല്യമാണ് ഇവനെ കൊണ്ട്. കാരണം ഇപ്പോൾ കണ്ട് എവിടെ ഒരു വീട് പണിഞ്ഞാലും എൻ്റെ ഫൗണ്ടേഷൻ കണ്ട് എൻ്റെ അടി ഇവൻ ആരെ തല്ലിക്കൊന്ന് എന്തിനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്നു, ഒരൈഡിയ ഇല്ല. IGMN കുടികുത്തി വാഴുന്ന പോലീസ് സ്റ്റേഷനായാലും ഭീരുക്കൾ പില്ലറിൽ കെട്ടിപ്പൊക്കിയ ഏത് വീട്ടിലായാലും ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ഇനിയും വന്നാൽ അതിനെ മെട്രോ പില്ലറിലാണെങ്കിലും അവനെ ഞാൻ മണ്ണുകൊണ്ട് മൂടും, സിമെൻ്റ് ഇട്ട് നിറയ്ക്കും, കോൺക്രീറ്റ് കൊണ്ട് പുതപ്പിക്കും ഞാൻ. കേൾക്കുന്നില്ല, ചേട്ടാ കേൾക്കുന്നില്ല, ഉറക്കം പറയട്ടാ. എന്തുവാ മോനെ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് വണ്ടി ഒന്ന് വേണം. എൻ്റെ പൊന്നു ചേട്ടാ, കുടുംബത്തെ രക്ഷിക്കാൻ എന്തിനാട്ടാ ഹിറ്റാച്ചി? മോനെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. എനിക്ക് കിളച്ച് എൻ്റെ നടുപൊടിഞ്ഞു. അപ്പോൾ എനിക്ക് മുറ്റം കിളയ്ക്കാൻ വേണ്ടി ഈ വണ്ടി തരണം നീ. എൻ്റെ പൊന്നേട്ടാ, ഒത്തിരി പണി ബാക്കി കിടപ്പുണ്ട് ചേട്ടാ, എന്നെ പോയേട്ടാ, എൻ്റെ ചുമ്മാ കിളി പറയാതെ. മോനെ, അങ്ങനെ പറയരുത്. ഇവിടെ പോ, വണ്ടിയില്ല കിണ്ടില്ല, പോ. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് വണ്ടി വേണം. തന്റെ കുടുംബം ഹിറ്റാച്ചി. എനിക്ക് വണ്ടി വേണം. ഏതാ എന്താ വേണ്ടേ? എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് കത്തി തരുമോ? ഇല്ല ഇല്ല, എനിക്ക് തരുമോ ഇത്? ഇല്ല ഏട്ടാ, പ്ലീസ്. ഇല്ല ഇല്ല എനിക്ക് വേണം. ഏട്ടാ വേണ്ട വേണ്ട. തരില്ലല്ലേ? എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. എൻ്റെ ഇളയ മോള് അവളിച്ചിരി പിടപ്പാ. ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ഒരുപാട് വന്നിരിക്കും. എനിക്ക് കത്തി ആവശ്യമുണ്ടായിരുന്നു. തരില്ലല്ലേ? വേണ്ട. ചേച്ചി മീൻ റെഡിയായി. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എൻ്റെ വീട്ടിലേക്ക് നീ വരരുത്. എൻ്റെ ഇളയ മോള് അവളിച്ചിരി പിടപ്പാ. ഇനി കാണുമ്പോൾ നിക്കറിന് വരെ മുണ്ടായിരിക്കണം നിൻ്റെ വേഷം. അവിടെ എന്താ വേണ്ടേ? ചേച്ചി, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് 35 ലിറ്റർ ആസിഡ് വേണം. അയ്യോ, ഇവിടെ ദോശമാവ് മാത്രമല്ലേ ഉള്ളൂ. വേണ്ട. പിന്നെ ഓയിൽ പറ്റുമോ? ദോശമാവ് പൊളിപ്പിച്ചാൽ ആസിഡ് ആകും എന്തോ. റാണിയോട് പറയാം. അവിടെ എന്താ വേണ്ടേ? ബക്കറ്റില്ല.